റിലേഷൻഷിപ്പ് റെഡ് ഫ്ലാഗ് ആണോ അതോ ഗ്രീൻ ഫ്ലാഗ് ആണോ? പേടിക്കണ്ട, ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. നിങ്ങളുടെ PSC പ്രിപ്പറേഷനിൽ റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് നമ്മൾ PSCയിൽ പഠിച്ച് റാങ്ക് നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിയിൽ കുറെ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ റെഡ് ഫ്ലാഗ് ആണ്. എന്നാൽ തെറ്റുകളൊക്കെ ഒന്ന് മാറ്റി ശരിയായ രീതിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഗ്രീൻ ഫ്ലാഗ് ട്രാക്കിലാണെന്ന് ഞാൻ പറയും. അതായത് ഒന്നാമത്തെ കാര്യം നീട്ടിവെക്കലാണ്. ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് കരുതിയിരിക്കുന്നവരായിരിക്കും മെജോറിറ്റി. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. ഈ റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഡെയിലി 15 മണിക്കൂർ പഠിച്ചു, 20 മണിക്കൂർ പഠിച്ചു എന്നൊക്കെ പറയുന്നതിൽ വലിയ വാസ്തവം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കാറില്ലേ? ശരിക്കും പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ദിവസം 3-4 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഈസിലി റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ റെഡ് ഫ്ലാഗ് എന്താന്ന് ഇപ്പോഴേ മനസ്സിലായല്ലോ. മാറ്റി വെക്കുക, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നുള്ള പല്ലവി അങ്ങ് മാറ്റി വെച്ചേക്കുക, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു റാങ്ക് ഫയൽ കളക്ടർ ആകുന്നു എന്നുള്ളത്. അതായത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ റാങ്ക് ഫയലും വാങ്ങിച്ചു കൂട്ടി ഇപ്പൊ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന അടുത്ത റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ, ടെലഗ്രാം, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റികൾ ഒരുപാട് അവൈലബിൾ ആയിരിക്കും. മാർക്കറ്റിൽ ധാരാളം ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും. SCERT ടെക്സ്റ്റ് ബുക്കുകളും അതിന്റെ കൂടെ അതിന്റെ ഗൈഡുകളും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൂട്ടും, എന്നിട്ട് പഠിക്കുവോ? പഠിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് കരുതിയിട്ട് റിസോഴ്സുകൾ ഇത്രയും ഉണ്ട്, കടല് പോലെ കിടക്കുന്ന PSC സിലബസ് ഞാൻ എങ്ങനെ കവർ ചെയ്യും എന്ന് ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും റാങ്ക് ഫയലിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇല്ല. നല്ലൊരു ബുക്ക്, അതായത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. SCERT ടെക്സ്റ്റ് ബുക്കുകൾ, അതും നമ്മുടെ കേരള ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെ വൃത്തിയായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി PSCയുടെ ഒരു ബേസ് ഉറപ്പിക്കാം. സോ ഒരുപാട് റാങ്ക് ഫയൽസ് കളക്ട് ചെയ്ത് കൂട്ടി വെക്കുന്നതിൽ നിന്ന് മാറി നിങ്ങൾ എന്തിലേക്ക് പോവുക? ഒരു ബുക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന ഘടകം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ റെഡ് ഫ്ലാഗ് റാങ്ക് ഫയൽ കളക്ടർ ആയിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് PYQസിനെയും മോക്ക് ടെസ്റ്റിനെയും നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് മാർക്ക് പറയുമ്പോൾ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകും. വേണ്ട എന്ന് മനസ്സ് പറയും. ശരിക്കും അങ്ങനെയാണോ വരുന്നത്? തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ, തെറ്റു മനുഷ്യന് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ. ഇവിടെ തെറ്റിയാ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ തെറ്റ് വരില്ല. അപ്പൊ എത്രത്തോളം തെറ്റുകൾ വരുന്നു അതിനെ വീണ്ടും നമ്മൾ ശരിയാക്കി പഠിക്കുകയും എക്സാം ഹാളിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. വീണ്ടും തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ളൊരു ഒരു മൈൻഡ് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. സോ PYQസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യം. ഏറ്റവും ഒടുവിലായിട്ട് പറയേണ്ടത് PSCയിൽ വിശ്വസിക്കാതിരിക്കുക. PSC എക്സാം നടത്തുവോ? PSC എക്സാം നടത്തിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുവോ? റാങ്ക് ലിസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് അഡ്വൈസ് കിട്ടുവോ? അഡ്വൈസ് കിട്ടിയാൽ തന്നെ അത് സ്ഥിരമാകുമോ? ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് PSC പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ഡൗട്ടുകൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ PSCയിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നതാ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തോട്ട്സ് നമുക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടും ഉള്ളവരും ശ്രമിക്കും. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളോടും ഒക്കെ നിങ്ങൾ ബൈ പറഞ്ഞേക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയിൽ, അല്ലെങ്കിൽ PSC എന്ന് പറയുന്ന ഒരു PSC എക്സാം എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനോട് മാക്സിമം നീതി പുലർത്തുക, സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. നമ്മുടെ PSC ഇപ്പോൾ പണ്ടത്തെ പോലൊന്നും അല്ല, വളരെ അഡ്വാൻസ്ഡ് ആണ്. കൃത്യമായി നോട്ടിഫിക്കേഷനുകൾ പബ്ലിഷ് ചെയ്യുകയും കൃത്യമായിട്ട് എക്സാം നടത്തുകയും അതനുസരിച്ച് കൃത്യം 3 വർഷത്തിനുള്ളിൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അഡ്വൈസസും കൃത്യമായിട്ട് അതിൽ നിന്ന് പോകുന്നുണ്ട്. നമുക്ക് ഇതിനൊന്നും തെളിവ് വേറെങ്ങും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. PSCയുടെ വെബ്സൈറ്റിൽ തന്നെ ഇതൊക്കെ ലഭ്യമാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയും വിശ്വാസവും അർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ ഇങ്ങനെയുള്ള റെഡ് ഫ്ലാഗുകളൊക്കെ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ ശരിയല്ലേ? അപ്പൊ ഇതിനെയൊക്കെ അങ്ങ് ഒഴിവാക്കിയേക്കുക. നേരത്തെ പറഞ്ഞ ഗ്രീൻ ഫ്ലാഗുകളൊക്കെ അങ്ങോട്ട് കൂടെ പിടിക്കുക. റാങ്ക് ലിസ്റ്റിൽ നിങ്ങളും ഉണ്ടാകും.